റോഷിപാൽ, ഇങ്ങനെയൊരു കരാർ വളരെ കൃത്യമായി കായിക വകുപ്പ് മന്ത്രാലയത്തിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇരിക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഇമെയിലുകൾ അയച്ചിരിക്കെ, എന്തുകൊണ്ടാണ് കായിക വകുപ്പ് സെക്രട്ടറി ഇത്തരത്തിൽ ഒരു കരാർ ഇല്ല എന്ന മട്ടിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിന്റെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തത് എന്നതാണ് ചോദ്യം. കായിക വകുപ്പ് മന്ത്രിയെ കൂടി ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തത്തക്ക രീതിയിലായിരുന്നില്ലേ സെക്രട്ടറിയുടെ നീക്കം? അരുൺകുമാർ, സ്വാഭാവികമായും ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് വ്യക്തമാണ്. കാരണം ഇന്നലെ തന്നെ എഡിറ്റോറിയൽ ടീം ഇതിൽ വിശദീകരണം നൽകുകയും ചെയ്തു. കാരണം നിരന്തരമായി ഏത് സർക്കാരായാലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വാർത്തകൾ നൽകുന്നതാണ് റിപ്പോർട്ടിന്റെ പ്രത്യേകത. ഒരു കാരണവശാലും സ്വാധീനിക്കാൻ കഴിയുകയുമില്ല. അത് വ്യക്തമായതോടെ റിപ്പോർട്ടിന്റെ വായടപ്പിക്കാൻ, റിപ്പോർട്ടിലൂടെ വരുന്ന വാർത്തകൾ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ വിശ്വാസം തകർക്കാനുള്ള ശ്രമമാണെന്ന സംശയമാണ് ബലപ്പെടുന്നത്. അതുതന്നെയാണ് പ്രതിപക്ഷവും പൊതുസമൂഹവും ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഇത്തരം രേഖകൾ മുഴുവൻ കായിക മന്ത്രിയുടെ ഓഫീസിലിരിക്കെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കെ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് എൻ പ്രസാദിന്റെ പൂർവ്വചരിത്രം പരിശോധിച്ചാൽ തന്നെ വിവാദ നായകനാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു MP ആയിരുന്നു എൻ പ്രസാദിനെതിരെ ആദ്യം പരാതി നൽകിയത്. അത് വാഹനം, സർക്കാർ വാഹനം, ഔദ്യോഗിക വാഹനം കോഴിക്കോട് കളക്ടറായിരിക്കെ ദുരുപയോഗം ചെയ്തതിനാണ് പരാതി. അന്ന് MK രാഘവൻ MPയെ പരസ്യമായി അപമാനിച്ചതിനും ഒരു പരാതി അന്ന് MK രാഘവൻ MP നൽകിയിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും സർവീസ് ചട്ടങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട്, ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു ചരിത്രം എൻ പ്രശാന്തിനുണ്ട്. ഒരുപക്ഷെ സർക്കാരിന്റെ പ്രീതി പറ്റാൻ, മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാൻ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തതെന്നതാണ് സംശയം ബലപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യമുണ്ട്. ഇനി അതല്ല, ആ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെടാം, RBCയുമായി ബന്ധപ്പെടാമായിരുന്നു. അങ്ങനെ ബന്ധപ്പെടാതെ ഒരു തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഒരു രഹസ്യ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുക? അതും സർവീസ് ചട്ടലംഘനം. മാത്രവുമല്ല, തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് അവിടെ ഒരുപക്ഷെ സത്യപ്രതിജ്ഞാ ലംഘനം കൂടി കായിക മന്ത്രി OJ ജനീഷ് കുമാർ നൽകി. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ തന്നെയുണ്ട് AFA ഇത് അറിഞ്ഞിട്ടുണ്ട്, കരാറുണ്ടെന്ന്. അങ്ങനെ ഒരു കരാറില്ല എന്ന രീതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയ OJ ജനീഷ് കുമാർ സ്വാഭാവികമായി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നത് വ്യക്തവുമാണ്. ലക്ഷ്യമൊന്നു മാത്രമാണ്, അത് രാഷ്ട്രീയ അജണ്ട എന്നത് വ്യക്തം. അല്ലെങ്കിൽ ഈ രേഖകളെല്ലാം കയ്യിലിരിക്കെ എന്തുകൊണ്ട് ആ രേഖകളൊന്നുമില്ല എന്ന് പച്ചനുണ പറഞ്ഞു? എന്തുകൊണ്ടാണ് ചില MLA-മാരെ കൊണ്ട്, ഇപ്പോൾ കൊച്ചിയിലെ MLA ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസിനെ കൊണ്ടാണ് വാർത്താ സമ്മേളനം ഇടയ്ക്കിടെ നടത്തിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് ഷിയാസ് മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണെന്ന് കേരളത്തിൽ അങ്ങാടിപ്പാട്ടാണ്. അങ്ങനെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന 2 MLA-മാരിൽ ഒരു MLA ഇപ്പോൾ നിരന്തരം വാർത്താ സമ്മേളനം നടത്തി നുണ പ്രചരിപ്പിക്കുന്നു. എല്ലാ രേഖകളുടെ ആദ്യ രേഖ പുറത്തു വന്നു. ഇനി അടുത്ത രേഖകൾ കൂടി വരും മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ എന്താണ് മന്ത്രി OJ ജനീഷിന് പറയാൻ കഴിയുക? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മന്ത്രി പദവിയിലെത്തിയിട്ടും സംഘടനയിലെ രാഷ്ട്രീയ പദവി ഉപേക്ഷിക്കാതെ ആ പദവിയിൽ തൂങ്ങി നിൽക്കുന്നു എന്ന ആരോപണം സംഘടനയിലും ശക്തമാണ് OJ ജനീഷ് കുമാറിനെതിരെ. അങ്ങനെ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്വയം ഒഴിയാൻ സന്നദ്ധത AIC അറിയിച്ചെങ്കിലും ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചില്ലെന്ന് മാത്രമല്ല, ദേശീയ കമ്മിറ്റിയിൽ പോയി ഇരട്ട പദവിയിൽ തുടരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ താല്പര്യമായിരിക്കാം ഇതിന് പിന്നിലെന്ന് സംശയം ബലപ്പെടുന്നു. ഇതിൽ OJ ജനീഷ് കുമാർ കൂടി സംശയമുനയിലാകുന്നത് ഈ കള്ള റിപ്പോർട്ടർ തയ്യാറാക്കിയതിൽ OJ ജനീഷിന്റെ പങ്കുകൊണ്ടോ സമ്മർദ്ദമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IAS ഉദ്യോഗസ്ഥനായ കായിക വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായ എൻ പ്രശാന്ത്, വിവാദ നായകനായ എൻ പ്രശാന്തിന്റെ സമ്മർദ്ദത്തിലാഴ്ത്തിയാണോ ഇത്തരം ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്? ആ സമ്മർദ്ദത്തിന് പിന്നിൽ മുഖ്യമന്ത്രിക്കും കായിക മന്ത്രി OJ ജനീഷിനും പങ്കാളിത്തമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടിനെതിരെ നടത്തിയ ഈ കള്ള വാർത്തയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. അരുൺകുമാർ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കായിക വകുപ്പ് ഇല്ല എന്ന് പറഞ്ഞ, കായിക വകുപ്പിന്റെ സെക്രട്ടറിയുടെ കള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഒപ്പുവെച്ച കരാറാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്ക്രീനിൽ കാണുന്നത്. ഒരു കരാർ ഇങ്ങനെ കൃത്യമായി രേഖാമൂലം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ, അത് കായിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഉണ്ടായിരിക്കെ, അത് പൂഴ്ത്തിവെച്ച് ഇത്തരമൊരു വ്യാജ പ്രചരണം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇവിടെയാണ് OJ ജനീഷുള്ള ചോദ്യം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ മുഹമ്മദ് ഫയീസിന്റെ വാർത്ത പുറത്തു വരുന്നത് തടയാൻ വേണ്ടി കായിക വകുപ്പ് മന്ത്രിയായ താങ്കൾ ഇടപെട്ടാണോ ഈ വാർത്ത പുറത്തേക്ക് വിട്ടത്? അതല്ല,
ഈ മുഖ്യമന്ത്രിയുടെ ടീം സതീശൻ UDF എന്ന പേജിൻ്റെ അഡ്മിനാണെന്നും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജറാണെന്നുമൊക്കെ സ്വയം അവകാശപ്പെടുന്ന മുഹമ്മദ് ഫൈസ് പിടിയിലാകുമ്പോൾ ഉത്തരങ്ങൾ നൽകാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്ന ഭയം കൊണ്ടാണോ ആ വാർത്ത മറ്റു മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ ഇങ്ങനെയൊരു കള്ള വാർത്ത പ്രചരിപ്പിച്ചത്? റിപ്പോർട്ടർ ഒരു മാധ്യമ സ്ഥാപനമാണ്. ഏതു രേഖയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആ രേഖ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിൽ നമ്മൾ വയ്ക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോളൂ. നിങ്ങൾ അബ്ദുൾ റഹ്മാനെയോ സ്പോർട്സ് വകുപ്പ് മന്ത്രിക്കോ എതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം. പക്ഷേ അതിന് റിപ്പോർട്ടറെ പോലൊരു മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ അതിന് നിന്ന് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഭീഷണിയുടെ പുറത്ത് മെറ്റയോട് നിങ്ങൾ ആവശ്യപ്പെട്ട് റിപ്പോർട്ടർ പുറത്തുവിട്ട റിപ്പോർട്ടറിൻ്റെ പ്രധാനപ്പെട്ട ചില കാർഡുകളും വാർത്താശകലങ്ങളും നീക്കം ചെയ്യാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ നീക്കം ചെയ്യുന്തോറും കൂടുതൽ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും എന്നേ പ്രിയപ്പെട്ട അധികാരികളോട് പറയാനുള്ളൂ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അടിയന്തരാവസ്ഥയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മകൾ പേറുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി മുഖ്യമന്ത്രിയോടുള്ള വിനീതമായ 2 ചോദ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ സമർപ്പിച്ചു. ഇനി കേരളം ആവശ്യപ്പെടുന്ന ചോദ്യം ഇതാണ്: ഹെലികോപ്റ്റർ പിടിച്ച് മുഖ്യമന്ത്രി കാണാൻ പോയ ആ ഇൻവെസ്റ്റർ ആരാണ്? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ആ ഇൻവെസ്റ്റർക്ക് മുഹമ്മദ് ഫൈസ് എന്ന് പറയുന്ന MDA കച്ചവടക്കാരനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായി ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന മുഹമ്മദ് ഫൈസ് എന്ന് പറയുന്ന ആളുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത ലഹരിക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരാളെയാണോ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പിടിച്ചുപോയി കണ്ടത്? ആ വാർത്ത പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണോ തട്ടിക്കൂട്ടി ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി മറ്റു മാധ്യമങ്ങൾക്ക് അവ ഇട്ടുകൊടുത്ത് റിപ്പോർട്ടറിനെ ആക്രമിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയത്? ഈ ഭീഷണി കൊണ്ട് റിപ്പോർട്ടർ TV മുട്ടുമടക്കി വാർത്തകൾ പ്രസിദ്ധീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി കരുതിയോ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഇൻവെസ്റ്റർ ആരാണ്? ആ ഇൻവെസ്റ്റർക്ക് ലഹരിക്കടത്തുമായി ബന്ധമുണ്ടോ? ആ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മുഹമ്മദ് ഫൈസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുടെ മീഡിയ മാനേജ് ചെയ്യുന്ന ആളെന്ന നിലയിലും എന്തു ബന്ധമാണുള്ളത്? അയാളുടെ വീട്ടിൽ മുഖ്യമന്ത്രി പോയത് എന്തിനാണ്? അയാളുമായി നിരന്തരം ഇടപഴകിയത് എന്തിനാണ്? അയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയത് എന്തിനാണ്? അയാൾ നിരന്തരം മുഖ്യമന്ത്രിയുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടിട്ടും അത് നിരുത്സാഹപ്പെടുത്താഞ്ഞത് എന്താണ്? 139 ഗ്രാം MDMA ആണ് നമ്മുടെ പുതിയ തലമുറയെ കുരുതിക്ക് കൊടുക്കുന്ന, നമ്മുടെ ലഹരി വിപത്തിനെതിരെ സർക്കാർ ആഭ്യന്തര വകുപ്പ് ആഞ്ഞടിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മീഡിയ മാനേജർ എന്ന് അവകാശപ്പെടുന്നയാൾ 139 ഗ്രാം MDMAയുമായി അറസ്റ്റിലാകുന്നത്. ഈ വിഷയം കേരളം ചർച്ച ചെയ്യാതിരിക്കാനുള്ള നീക്കമായിരുന്നു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. എതിരായ വാർത്തകളെല്ലാം നീക്കം ചെയ്യുന്നതാണോ സർക്കാർ നയം എന്നതാണ് അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1, മുഖ്യമന്ത്രി പറയേണ്ട മറുപടി. മുഖ്യമന്ത്രിക്ക് ലഹരിക്കടത്ത് സംഘവുമായി ആ മാഫിയ സംഘത്തിലെ പ്രധാനിയായി എന്തു ബന്ധമാണ് ഉള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 2, മുഖ്യമന്ത്രിക്ക് എല്ലാ വാർത്തകളും നീക്കം ചെയ്യുന്ന സർക്കാർ നയമാണോ ഉള്ളത്? മെറ്റ ഉപയോഗിച്ച് ഈ കാർഡുകൾ നീക്കം ചെയ്യുന്നത്, റിപ്പോർട്ടിന്റെ 10 കാർഡുകൾ നീക്കം ചെയ്തത് നിങ്ങൾ എന്തിനാണ്? ആ 10 കാർഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ടായിരുന്നു? ആ 10 കാർഡുകളിൽ ഒന്ന് ഈ വള്ളം മറിഞ്ഞ് കാണാതായ ജോണിൻ്റെ മകളുടെ വാചകമായിരുന്നില്ലേ? അതിനെ നിങ്ങൾ ഭയക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ P. ജയരാജൻ, ബിനോയ് വിശ്വം എന്നിവരുടെയൊക്കെ പ്രതികരണങ്ങളും റിമൂവ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരി കേസിൽ പിടിയിലായതും കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകളുടെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനവും ഉൾക്കൊള്ളുന്ന വാർത്തകൾ എന്തിനാണ് മെറ്റയോട് ആവശ്യപ്പെട്ട് റിമൂവ് ചെയ്തത്? പ്രതിപക്ഷ നേതാക്കളുടെ സർക്കാരിനെതിരായ വിമർശനങ്ങൾ നീക്കം ചെയ്തത് എന്തിനാണ്? ഏറ്റവും രസകരമായ കാര്യം, കോഫി വിത്ത് അരുണിന്റെ ഷോ അലേർട്ട് കാർഡിൽ വ്യക്തത വരുത്തുമോ മുഖ്യൻ എന്ന ചോദ്യത്തെ പോലും മുഖ്യമന്ത്രി ഭയന്നത് എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മെറ്റയോട് ഈ കാർഡുകൾ റിമൂവ് ചെയ്യാൻ, സർക്കാരിനെതിരെ വരുന്ന കാർഡുകൾ റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ജനാധിപത്യമാവുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് മോദിയെ ഇനി വിമർശിക്കുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു.